നമസ്കാരം. കേരള PSC ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഫുഡ് സേഫ്റ്റി ഓഫീസർ അല്ലെങ്കിൽ ഭക്ഷ്യ സുരക്ഷാ ഓഫീസർ എന്നത് ഫുഡ് സേഫ്റ്റി വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിലെ ഒരു കൂട്ടമാണ്. നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ എല്ലാം തന്നെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ള സുപ്രധാനമായ ഒരു ജോലിയാണ് ഇവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗിക കർത്തവ്യം നിർവഹിക്കുന്ന ആൾക്കാരിലെ ഒരു വിഭാഗമാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ എന്ന് പറയാതെ വയ്യ. നിങ്ങൾക്കും ഫുഡ് സേഫ്റ്റി ഓഫീസർ ആകാനുള്ള ഒരു അവസരമാണ് PSC ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനും അതുപോലെ മറ്റ് കാര്യങ്ങളുമൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. 00/6/2024 നമ്പർ കാറ്റഗറിയിലുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പേ സ്കെയിൽ 39,300 മുതൽ 83,000 രൂപ വരെ ഗംഭീരമായൊരു പേ സ്കെയിലുണ്ട്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ മാന്യമായ രീതിയിൽ ജീവിതം നയിക്കാൻ ആവശ്യമായ ശമ്പളം സർക്കാരിൽ നിന്ന് ലഭ്യമാകും. പ്രായം 18-നും 36-നും ഇടയിൽ, അതായത് 1988 ജനുവരി 2-നും 2006 ജനുവരി 1-നും ഇടയിൽ ആ 2 തീയതികൾ ഉൾപ്പെടെ ജനിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാം. ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, ബയോടെക്നോളജി, ഓയിൽ ടെക്നോളജി, അഗ്രികൾച്ചർ സയൻസ്, വെറ്റിനറി സയൻസ്, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി തുടങ്ങിയ വിഷയങ്ങളിൽ ബിരുദമോ അല്ലെങ്കിൽ കെമിസ്ട്രിയിലുള്ള മാസ്റ്റർ ബിരുദമോ അതുമല്ലെങ്കിൽ മെഡിസിനിലുള്ള ബിരുദമോ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു തസ്തികയ്ക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ പ്രായം 18-നും 36-നും വയസ്സിനിടയ്ക്കാണെങ്കിൽ, നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ വൈകരുത്. കാരണം ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അടുത്ത മാസം 3-ാം തീയതിയാണ്. അടുത്ത മാസം 3-ാം തീയതി രാത്രി 12 മണി വരെ മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപേക്ഷിക്കാൻ അവസാന ദിവസത്തേക്ക് കാത്തു നിൽക്കരുത്. പലപ്പോഴും നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ട് അപേക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഫ് യു ആർ ക്വാളിഫൈഡ് ടു അപ്ലൈ, ഡോണ്ട് ഡിലേ അപ്ലൈയിങ്, ഡു ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ്. PSC പരീക്ഷയ്ക്ക് അപേക്ഷിച്ചാൽ മാത്രം പോരാ. എന്താണ് പരീക്ഷ, എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ശക്തമായ ഒരു വിന്നിംഗ് സ്ട്രാറ്റജിയോട് കൂടിയുള്ള പ്രിപ്പറേഷനും ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു ഈ പരീക്ഷ, ഏതായിരുന്നു സിലബസ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ പരീക്ഷയിൽ, അതായത് കാറ്റഗറി നമ്പർ 499/2019 ആ പരീക്ഷയുടെ സിലബസിലുണ്ടായിരുന്ന ഭാഗങ്ങൾ: ഒന്നാമത്തത് ഫുഡ് ടെക്നോളജി, രണ്ടാമത്തത് ഡയറി ടെക്നോളജി, മൂന്നാമത്തെ ഭാഗം വെറ്റിനറി സയൻസസ്, 4 ഫുഡ് സേഫ്റ്റി ആൻഡ് അലൈഡ് ലോസ്, 5 ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ്, 6 മൈക്രോബയോളജിക്കൽ, ബയോടെക്നോളജിക്കൽ ആൻഡ് മെഡിക്കൽ ആസ്പെക്ട്സ്, 7 അഗ്രികൾച്ചർ സയൻസസ്. ഇതെല്ലാം തന്നെ ഈ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. അതായത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ആ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട സിലബസിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗങ്ങൾ, 8ാമത്തെ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിൽ റൈറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ പിന്നീട് മെൻ്റൽ അബിലിറ്റി ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണിങ് വരുന്നുണ്ട്. ജനറൽ ഇംഗ്ലീഷും വരുന്നുണ്ട്. ഇങ്ങനെ ആകെ 10 ഭാഗങ്ങൾ ചേർന്ന വിപുലമായൊരു സിലബസ് ആയിരുന്നു കഴിഞ്ഞ തവണത്തെ പരീക്ഷയ്ക്കുണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സിലബസ് എന്തിനാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് എന്ന് ചിന്തിക്കരുത്. കാരണം പുതിയ സിലബസ് നമുക്ക് ഇപ്പോൾ അറിയില്ല. നമുക്കറിയുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ ജോലി ചെയ്യുവാൻ ആവശ്യമായ അറിവ് എന്തൊക്കെയാണ് എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഈ പരീക്ഷയ്ക്ക് വായിച്ചിരിക്കുന്ന സിലബസിലെ എല്ലാ ഭാഗങ്ങളും ഈ ജോലിയുമായി ബന്ധപ്പെട്ട് ആ ജോലി ശരിയായ രീതിയിൽ ചെയ്യുന്നതിന് ആവശ്യമായ അറിവുകളുള്ള മേഖലകൾ മാത്രമാണ്. കഴിഞ്ഞ സിലബസിലുണ്ടായിരുന്ന ഭാഗങ്ങളെല്ലാം പഠിച്ച് തീർക്കുക എന്നുള്ളത് തന്നെയാണ് നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ചെയ്യേണ്ടത്. കാരണം ഇനി അഥവാ സിലബസ് വരുമ്പോൾ ഏതെങ്കിലും 1-2 ഭാഗം കൂട്ടിച്ചേർക്കുകയോ മാറ്റുകയോ ചെയ്യുകയാണെങ്കിൽ പോലും അപ്പോഴും ഒരു മേധാവിത്വം ഇപ്പോഴേ പഴയ സിലബസ് എല്ലാം പഠിച്ചു തീർക്കുന്ന ഒരാൾക്കുണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. PSC പരീക്ഷയിൽ ആദ്യ റാങ്കുകൾ നേടുക എന്നുള്ളത് മാത്രമാണ് ജോലി ഉറപ്പിക്കാൻ ഒരേ ഒരു മാർഗം. ഇപ്പോൾ കഴിഞ്ഞ ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയുടെ റിസൾട്ടിൽ നിന്ന് തന്നെ ഏകദേശം 55ഓളം ആൾക്കാർക്ക് അഡ്വൈസ് നൽകി കഴിഞ്ഞു എന്നാണ് നമുക്കറിയുന്ന വിവരങ്ങൾ. എന്തായാലും 55ഓളം ആൾക്കാർക്ക് ഇത്രയും ഉയർന്ന ലെവലുള്ള ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ ആരാണ് ജോലി ഉറപ്പിക്കുന്നത്? ആദ്യ റാങ്കുകൾ ഉറപ്പിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളുടെ PSC പരീക്ഷയ്ക്കുള്ള ഏതൊരു പ്രിപ്പറേഷൻ്റെയും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ആ പരീക്ഷയിലെ ആദ്യ റാങ്ക് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനൊരു വിന്നിംഗ് സ്ട്രാറ്റജി ആവശ്യമാണ്. ഇങ്ങനെയുള്ള വിന്നിംഗ് സ്ട്രാറ്റജി ഉള്ള കോഴ്സുകളാണ് പ്രൈം ഡയറക്ഷനിൽ ഞങ്ങൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഈ സിലബസിലെ എല്ലാ ഭാഗങ്ങൾക്കും വേണ്ടത്ര ആഴത്തിലുള്ള ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് അവൈലബിൾ ആക്കുകയും ആവശ്യമായ എല്ലാ ഘട്ടങ്ങളിലും ലൈവ് ക്ലാസ്സുകൾ ലഭ്യമാക്കി ഇതിൻ്റെ ഡിസ്കഷൻ ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള കോഴ്സ് സംവിധാനമാണ് നമ്മൾ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ കോഴ്സിന് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ജോയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ആദ്യ റാങ്കുകൾ വേണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർ
ജോയിൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ കാര്യം മറക്കാതിരിക്കുക. നിങ്ങളാണ് നിങ്ങളുടെ ആദ്യ റാങ്കിന് വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് വെക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗോയിങ് ടു ബി ടേക്കൺ ബൈ യു ആൻഡ് വി വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. നമ്മളുടെ കോഴ്സിൻ്റെ സംവിധാനത്തിലേക്ക്, വിജയത്തിൻ്റെ എക്കോസിസ്റ്റത്തിലേക്ക് വന്നു നിൽക്കുന്ന എല്ലാവരെയും വിജയത്തിന് സഹായിക്കുക എന്നുള്ളതിനാണ് നമ്മളുടെ ഈ മുഴുവൻ സിസ്റ്റവും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ആ സിസ്റ്റത്തിൻ്റെ, നമ്മളുടെ വിന്നിംഗ് സ്ട്രാറ്റജിയുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ഏറ്റവും ഉയരത്തിലേക്കുള്ള യാത്ര നിങ്ങൾ ആരംഭിക്കുക. PSC റാങ്ക് ലിസ്റ്റിലെ ആദ്യ റാങ്ക് പിടിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള നിങ്ങളുടെ യാത്ര നിങ്ങൾക്ക് ഇന്ന് ആരംഭിക്കാവുന്നതാണ്. ആദ്യം ചെയ്യേണ്ടത് അപേക്ഷിക്കുക. ഉടൻ തന്നെ വിന്നിംഗ് സ്ട്രാറ്റജി കോഴ്സിൽ ജോയിൻ ചെയ്യുക. പ്രിപ്പറേഷൻ ആരംഭിക്കുക.